PathusMiniKitchen. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുവിശേഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു അറബിക് സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ഫലാഫൽ. ഇപ്പോൾ നാട്ടിലും കിട്ടുമായിരിക്കും, ബിക്കോസ് കുറേ അറബിക് റെസ്റ്റോറൻറ്റ്സ് തുറന്നിട്ടുണ്ട്. നാട്ടിൽ മിക്കവാറും കിട്ടണമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫലാഫൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് 1 കപ്പോളം ചിക്ക് പീസ് എടുക്കുക, വെള്ളക്കടല എടുക്കുക. അതാണെങ്കിൽ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യുക കേട്ടോ. ഒരു 3 ഇഞ്ചോളം വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു ദിവസത്തിനെക്കാട്ടിലും കൂടുതൽ സോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മിക്സീൻ്റെ ജാർ എടുക്കാം. ഓക്കെ, എന്നിട്ടാണ് പരിപാടികൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ടിങ് ചോപ്പിംഗ് ഒന്നും കാണാറില്ല, അപ്പം ഞാനത് ഇച്ചിരി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കൊറിയാണ്ടർ വേണം, ഒരു 1/4 കപ്പ് കൊറിയാണ്ടർ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ എടുക്കാം. കട്ട് ചെയ്യുക. ഇതിങ്ങനെ തന്നെ എടുത്ത് മിക്സിയിലിട്ടാലും മതി കേട്ടോ. പക്ഷെ എനിക്ക് കട്ട് ചെയ്യാനൊരു ആഗ്രഹം വന്നപ്പോൾ കട്ട് ചെയ്തിടാം. നമുക്ക് അങ്ങനെ ആഗ്രഹമൊക്കെ വരുമ്പോൾ അപ്പം തന്നെ തീർത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. 1/4 കപ്പ് ഓഫ് കൊറിയാണ്ടർ, ഒരു കുഞ്ഞ് സവാള. ഓക്കെ, ഒരു സ്മോൾ സവാള നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഇത്രയുള്ള സൈസിലാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. 3 ഗാർലിക് ക്ലോവ്സും വേണം. ഓക്കെ, ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കാനുള്ളത്. ബാക്കിയെല്ലാം പൊടികളാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മിക്സി എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിലോട്ട് നമുക്ക് മറ്റേ ഗാർലിക്, കൊറിയാണ്ടർ, ഓണിയൻ ഒക്കെ ഇട്ട് കൊടുക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഗ്രൈൻഡിങ്. ഓക്കെ, ഗെറ്റ് യുവർ മിക്സി. ഒച്ച കേട്ടാൽ ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ. എന്തായാലും ഒച്ച കേൾക്കും, അതെനിക്കറിയാം. സാധനം ഇനി നമുക്ക് നമ്മളെ മിക്സിയിൽ മൂടി കണ്ടുപോഴേ സൈഡൊക്കെ ഒന്ന് സ്ക്രൈപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല കൊറിയാണ്ടറിൻ്റെ മണം. ഓക്കെ, മൂക്കിലോട്ട് അടിച്ച് കയറുന്നു ഗൈസ്, കഴിച്ചിൽ വരുന്നു, കഴിച്ചിൽ. ഓക്കെ, ഒന്നും കൂടെ അടിക്കുക. കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഒന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര പേസ്റ്റ് ആയിട്ട് പോകേണ്ടെന്ന് ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചിക്ക് പീസ് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കുക. ഒറ്റയടിക്ക് എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മിക്സിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാവാതെ കടിച്ച് കൂട്ടാൻ. അതിനെക്കാട്ടും ഭേദം കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് അടിക്കുക. ഓക്കെ, നമ്മളുടെ ചിക്ക് പീസ് കടലേൻ്റെ മിക്സ്ചർ ഇതുപോലെ ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഭയങ്കര ഫൈനായിട്ടൊന്നും അല്ല കേട്ടോ അടിച്ചേക്കുന്നത്, നല്ല പേസ്റ്റ് രൂപത്തിലൊന്നല്ല അടിച്ചേക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചിക്ക് പീസിൻ്റെ കുഞ്ഞു കുഞ്ഞു തരിയൊക്കെ ഉണ്ടാവണം. ഭയങ്കര വലിയ തരിയൊന്നുമല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു തരി. ഓക്കെ, ഭയങ്കര ഫൈനായിട്ടല്ല. കണ്ട ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിക്ക് പീസിൻ്റെ കുഞ്ഞു കുഞ്ഞു തരി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ച് കഴിയുമ്പോൾ ഇതിനൊരു നല്ലൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് എന്താണ് പൊടികൾ ആഡ് ചെയ്യണം, ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, ജീരകപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്, എന്നിട്ട് ഒക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്യുക.
നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു 1 മണിക്കൂറത്തേക്ക് കവർ ചെയ്യാം. എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്കാം. അപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്കാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂറത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 സ്പൂണൊക്കെ വെച്ച് മോൾഡ് ചെയ്ത് നമുക്കൊരു ഷേപ്പ് ആക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കൈ വെച്ച് ഉരുട്ടിയിട്ട് എടുക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ഓക്കെ, ഓക്കെ. നമുക്ക് കറക്റ്റ് റൗണ്ടൊന്നും കിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഞാനാണ് ഉരുട്ടുന്നത്. ഓക്കെ, ഏകദേശം ഒരു റൗണ്ടായെന്ന് വിചാരിക്കുമ്പോൾ നമ്മളടുത്ത് സൈഡിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഫലാഫിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു കളർ വരുമ്പോൾ നമ്മളത് എടുക്കണം. ഒരു ബ്രൗണിഷ് കളർ കോട്ട് വരും പുറത്ത്. അപ്പോൾ നമ്മളത് എടുക്കണം. അപ്പോൾ നമ്മളുടെ ഫലാഫിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് മിഡിൽ ഞാൻ മയോണൈസ് ആണ് വെച്ചിട്ടില്ല. വെറുതെ ഒന്ന് മുക്കി തിന്നാൻ വേണ്ടിയിട്ട്. വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇതിലേക്ക് മുക്കാൻ വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഇതിന് ശരിക്കും ഇതല്ല ഉപയോഗിക്കുന്നത്, മയോണൈസല്ല ഉപയോഗിക്കുന്നത്, തഹീനി സോസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സേസും പേസ്റ്റൊക്കെ വേണം. പക്ഷെ അത് വീട്ടിൽ തീർന്നുപോയി. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.